അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ഹോട്ട് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ അപ്ഡേറ്റ് ഞാൻ തന്നെയാണ് പറയുന്നത്. ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മമ്മൂക്ക ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. അതാണ് ഹോട്ട് ആയിട്ടുള്ള അപ്ഡേറ്റ്. അവരുടെ ഭാഗത്തുനിന്ന് അതെ, ഡയറക്ടർ ആയിരുന്നു കൊടുത്തില്ല, പക്ഷെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ബാനറിൽ മമ്മൂക്ക വരാൻ പോകുന്നു. അതന്നെ വലിയൊരു കാര്യം തന്നെയാണ്. മാർക്കോ ഇപ്പോ പുറത്തു വരാത്ത കാട്ടാള് 2 സിനിമ ഇപ്പൊ ഒരാകെ ഇത് വന്നിട്ടുള്ളൂ. പക്ഷെ അതന്നെ പക്ഷെ ഒരു വലിയ താരത്തിന് ആദ്യത്തെ സിനിമയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതൊരു എക്സൈറ്റ്മെന്റ്. ആക്ഷൻ ഫിലിംസ് ആണ്. ഇത് ഫിലിം ആവട്ടെ. പിന്നെ അവര് ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് സിനിമകള് ടെക്നീഷ്യൻസിന് നന്നായി. അതെ അതെ അതെ. ഇനിയിപ്പോ അടുത്ത് നോക്കുമ്പോ തരുൺ മൂർത്തിയുടെ അടുത്ത സിനിമ, അതായത് നമ്മുടെ തുടരും സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ വന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇനി വരാൻ പോകുന്ന ടോർപിഡോ, ഓപ്പറേഷൻ ജാവാറ്റു, അതായത് കംബോഡിയ, അതിനുശേഷം വരാൻ പോകുന്നത് ഒരു ലാലേട്ടന്റെ സിനിമ ആയിരിക്കുന്നവരെ കൺഫേം ചെയ്തിട്ടുണ്ട്. റൈറ്റർ സുനിൽ തന്നെ. അതെ, തുടരും സിനിമയുടെ റൈറ്റർ തന്നെയാണ് വരുന്നത്. അതൊരു നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ഒരു ഇൻഡസ്ട്രിയിട്ട് വന്ന് കോംബോ ആണല്ലോ. അപ്പൊ ആ കോംബോയിൽ നല്ലൊരു സിനിമ ഇനി വരാൻ പോകുന്ന ഒരു ഫാൻ ബോയ് പടം. ലേറ്റ് ആവുന്നുള്ളൂ, പക്ഷെ കുറച്ചധികം ലേറ്റ് ആവും. ഒരു ഏർലി അനൗൺസ്മെന്റ് ആണ് സത്യത്തിൽ. 2 സിനിമ വരാനുണ്ടല്ലോ അടുത്തത് ഒരു ഗ്ലോബൽ അനൗൺസ്മെന്റ് ആണെന്ന് തന്നെ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ SS രാജമൗലിയുടെ പുതിയ പടം, മഹേഷ് ബാബു SS രാജമൗലി കോംബോ വരുന്ന SSMP 29 ഇപ്പൊ പറഞ്ഞതാണ്. അതിന്റെ ഒരു ഫസ്റ്റ് ഗ്ലിംസ് എന്ന് പറയാം. ഗ്ലോബൽ ട്രോട്ടർ എന്ന് പറഞ്ഞിട്ട് നവംബറിൽ വരാൻ പോവാണ്. ഗ്ലോബൽ ട്രോട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മള് അതിന്റെ അർത്ഥം നോക്കുമ്പോൾ പല നാടുകളിലേക്ക് പല തവണയായിട്ട് സഞ്ചരിച്ചും കൊണ്ടേ ഇരിക്കുന്ന ഒരാൾ എന്നുള്ള തരത്തിലുള്ള ഒരു ഇതാണ് അത് ഭയങ്കരമായിട്ട് തോന്നിയത്. പിന്നെ ജെയിംസ് ക്യാമറൂൺ വരെ ഉൾപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിന്റെ ഒരു ഹൈപ്പ് ആ വരുന്ന ഗ്ലിംസോട് കൂടിയിട്ട് അതെ, നവംബർ 15-ാം തീയതിക്കുള്ളില് ഗ്ലിംസ് വരുന്ന കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ഭീകരാവട്ടെ. ഇനി അടുത്ത അപ്ഡേറ്റ്, രജനീകാന്ത് കമൽഹാസൻ സിനിമയിൽ നമ്മള് ലോകേഷ് ആണെന്ന് അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. അങ്ങനെ ഇപ്പൊ ലോകേഷ് അല്ലാന്നാണ് നമുക്കൊരു. അത് ആ പുള്ളി പറഞ്ഞ കഥ നമ്മളെ ആക്ടേഴ്സിന് ഇഷ്ടപ്പെടാണ്ട് ഇരിക്കുകയാണെന്നാണ് ഇപ്പൊ വരുന്ന വാർത്ത. ഇപ്പൊ അവരുടെ കൺസിഡറേഷനിലുള്ള ഡയറക്ടർ നമ്മുടെ നെൽസൺ ആണ് നമ്മുടെ ജയിലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറപ്പല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജനീകാന്തിന് നെൽസൺ എത്രത്തോളം ക്ലോസ് ആണ്, അതേപോലെ കമൽഹാസൻ ലോകേഷ് ക്ലോസ് ആണ്. ഒരു സിനിമ കൊണ്ടൊന്നും അങ്ങനെ പക്ഷെ ഇപ്പൊ വരുന്ന വാർത്ത ലോകേഷിന്റെ അടുത്ത് ഇമ്മീഡിയറ്റ് സിനിമ കൈതീറ്റുമായിരിക്കും. അത് സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു കാണാൻ ഒരുപാട്. കാരണം ആ യൂണിവേഴ്സ് തീർക്കേണ്ട സമയം കഴിഞ്ഞ സത്യം. ഈ 2025 ആ യൂണിവേഴ്സ് മുഴുവൻ സിനിമകൾ വന്നാലാണ് വിക്രം കാര്യത്തിൽ ഒരു അതെ അതെ അതെ. അപ്പൊ അതെന്തായാലും പെട്ടെന്ന് വരട്ടെ. അപ്പൊ അടുത്തത് നമ്മുടെ സൂര്യയുടെ സിനിമ കറുപ്പ്. ആ സിനിമയുടെ ഇപ്പൊ ഫസ്റ്റ് സിംഗിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഗോഡ് മോഡ്. അപ്പൊ സിനിമയുടെ ബാക്കി ഷൂട്ടിനെ പറ്റി ചോദിച്ചപ്പോ സിനിമയുടെ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഒരു 10 ദിവസത്തെ പാച്ച് വർക്ക് പറഞ്ഞിരുന്നുള്ളൂ. അപ്പൊ അത് ഈ നവംബറിനുള്ളിൽ തീരും. അത് നവംബർ അവസാനത്തിലുള്ള പാച്ച് വർക്ക് തീരും. തൃശക്കും സൂര്യക്കും 2 ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ ജനുവരി ാണ് പ്ലാൻ ചെയ്യുന്നത്. റിപ്പബ്ലിക് ഡേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അതെ, മനസ്സിലായി. ഓൾമോസ്റ്റ് വരാനുള്ളത് മനസ്സിലായി. അപ്പൊ എന്തായാലും സിനിമയുടെ വർക്ക് ഭയങ്കര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തത് വിജയുടെ സിനിമ ജനനായകൻ 75 days to go എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് കണ്ടു. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉറപ്പിക്കാൻ പറ്റുമോ അറിയില്ല. ഒഫീഷ്യൽ പോസ്റ്റർ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇന്നേക്ക് നമ്മൾ ജനുവരി 9 നോക്കി കഴിഞ്ഞാൽ 75 days. അത് ഓൾറെഡി അവർ അനൗൺസ് ചെയ്ത് വെച്ച 9-ാം തീയതിക്ക് ഇനിയുള്ള ദിവസങ്ങളാണത്. ഇനി കറക്റ്റ് ആരാധകരൊക്കെ വെയിറ്റിംഗിലാണ്, ടിക്കറ്റ് ഒക്കെ അടിച്ചിട്ട്. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മള് വിചാരിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ സിനിമ റിലീസ് ആവില്ല എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. കാരണം ഇന്നിപ്പോ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ട് നമുക്ക് അത്രയും കോൺഫിഡന്റോട് കൂടി പറയായിരുന്നു. അപ്പൊ അങ്ങനെ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവതാർ 3 ഫയർ ആൻഡ് ആഷ് സിനിമ ഡിസംബറിലാണ് റിലീസ് ആകാൻ പോകുന്നത്. സിനിമയുടെ കൂടെ ഒരുപാട് ട്രെയിലേഴ്സ് വരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, അധികം വരുന്നതാണ്. അത് ഇതിപ്പോ സത്യം പറഞ്ഞ ഒരു അവതാറിന്റെ അപ്ഡേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ശരിക്കും. പക്ഷെ അവതാർ റിലീസിന്റെ ഒപ്പമാണ് വരുന്നത്. അപ്പൊ അതിൽ വരുന്ന 1ാമത്തെ ട്രെയിലർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൂംസ്ഡേയിലൊക്കെ. ഇപ്പൊ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ബ്രാൻഡ് ന്യൂ ഡേയുടെ സ്പൈഡർമാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൂംസ്ഡേക്ക് മുമ്പാണ് സ്പൈഡർമാൻ റിലീസ് ആവുന്നത്.
അപ്പോ സ്പൈഡർമാന്റെ ഫസ്റ്റ് ടീസർ ആയിരിക്കും അത് ഒരു കംപ്ലീറ്റ് ട്രെയിലർ ആയിരിക്കും. അല്ല, അന്ന് ഷൂട്ട് ചെയ്ത ആ സീൻസ് ഒക്കെ വെച്ചിട്ടുള്ളതായിരിക്കും. അല്ല, ഷൂട്ട് അപ്പൊ ഫുൾ സ്വിംഗിൽ പടപടാന്ന് പോയിക്കൊണ്ടിരിക്കും. കാരണം ജൂലൈയിൽ സിനിമ റിലീസ് ആക്കണല്ലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ടോം ഹോളണ്ടിന്റെ ഒഡീസി, ക്രിസ്റ്റഫർ നോളാന്റെ സിനിമ, അതിന്റെയും കൂടി ഒരു ടീസർ ഇതിന്റെ ഒപ്പം വരും എന്നുള്ള ഓൾറെഡി ഒരു ടീസർ വന്നിട്ടാണ് ട്രെയിലർ ആയി. അതായത് കുറച്ച് വിഷ്വൽസ് കൂടുതലുള്ള. അടുത്ത് നോക്കുന്ന നമ്മുടെ നിവിൻ പോളിയുടെ സിനിമ ബത്ലഹേം കുടുംബ യൂണിറ്റ്, നമ്മുടെ എന്താ പറയാ ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത സിനിമയുടെ ഷൂട്ട് ഈ വരുന്ന ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഡിസംബറിലാണ് സർവമായ റിലീസ് ആവുന്നത്. അപ്പൊ നിവിനെ സംബന്ധിച്ചിടത്തോളം നിവിൻ പെട്ടെന്ന് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ ഈ വർഷം ബേബികൾ റിലീസ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിലായിരിക്കും ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് റിലീസും വരുന്നുണ്ട്, പുള്ളി സിനിമയിൽ അഭിനയിച്ച് തീർക്കുന്നുണ്ട്. റിലീസിന്റെ കാര്യം പറയുമ്പോഴാണ് അപ്പൊ അടുത്തത് കളങ്കാവൽ. കളങ്കാവൽ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തു, നവംബർ 27. അപ്പോ ആ സിനിമയ്ക്ക് എന്നാണ് അത് റിലീസ് ആവുക, ഇനി ഒരു ട്രെയിലറും കൂടി വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. നമുക്ക് ആ പ്രൊജക്ടിന്റെ മേലെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. സെൻസറിങ് കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നെ എന്തായാലും റിലീസ് ഉടനെ ഉണ്ടാവും. അതെ, അപ്പൊ ആ സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തതും ഒരു ഇതായിട്ട് തോന്നി. ഇനി അടുത്തത് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഒരു റിലീസിനെ പറ്റി പറയുന്നുണ്ട്, ആ ചടങ്ങിലേക്ക് കിടക്കാതെ. കല്യാൺ രാമൻ 4K റിലീസ് ആവാൻ പോകുന്നുള്ളത് അത് ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും പോഞ്ഞിക്കരുടെ സാധനം എല്ലാരും അതിന് ഇൻട്രോ ഒക്കെ ഉണ്ടല്ലോ, ഡയലോഗ്സ് അടക്കം എല്ലാവർക്കും കാണാം. ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല പാട്ടുള്ള എന്തായാലും നമ്മള് കാണും. കോമഡി സീൻസ് ഇഷ്ടം പോലെ. അപ്പൊ അതെന്തായാലും വേണ്ടേ. അതെ.